ചില താരങ്ങളെയൊന്നും മലയാളികൾക്ക് അങ്ങനെ മറക്കാൻ സാധിക്കില്ല. എത്രമാത്രം പ്രേക്ഷകർ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന അവരുടെ ചില ചിത്രങ്ങളോ ചില കഥാപാത്രങ്ങളോ ഓർക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അക്കൂട്ടത്തിൽ അണ്ണൻ തമ്പി, മാടാമ്പി, രസികൻ എന്നീ സിനിമകളിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ നടൻ ഹരി മുരളിയെ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത എല്ലാവരെയും വേദനിപ്പിക്കുകയാണ്. അത്ര സുപരിചിതനല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബാലതാരമായി വന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം മികച്ചതാക്കി അദ്ദേഹം വളരെ വൈകിയെ തന്നെ സിനിമയിൽ നിന്ന് പോയ വ്യക്തിയാണ്. പിന്നീട് ഒരു തിരിച്ചുവരവ് കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുകൂടി പറയണം. ശരിക്കും പറഞ്ഞാൽ നാദിർഷയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അമർ അക്ബർ ആന്റണി എന്ന സിനിമയിലെ ചെറിയൊരു വേഷത്തിലൂടെ അദ്ദേഹം തിരിച്ചുവരവിന് ഒരുങ്ങി പിന്നീട് സിനിമയിൽ പതിയെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വസിക്കാനാകാത്ത വാർത്ത തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ ചെറിയ പയ്യൻ, അതായത് രസികരിലെ ദിലീപിന്റെ സഹോദരിയുടെ മകനായി അഭിനയിച്ച ആ പയ്യൻ ഇപ്പോൾ വളർന്ന് ഇത്ര വലിയൊരു കലാകാരനായി എന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു വൈറലായ അഭിമുഖവും ഉണ്ടായിരുന്നു. ആ അഭിമുഖത്തിന് കീഴിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ട് എല്ലാവരും അതിശയിച്ചു പോയി. അന്നത്തെ ആ കുഞ്ഞു കുട്ടിയാണ് ഈ വളർന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതേയില്ല. ശരിക്കും പറഞ്ഞാൽ നീ ഒരു ആശ്ചര്യമായി തന്നെയാണ് വളർന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്യുകയും പലരും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് എന്ന് പറയാം. ആരാധകർക്ക് വളരെയധികം പ്രീതിയുള്ളൊരു വാർത്ത ഇത് മാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ദിവസങ്ങൾക്കൊടുവിൽ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ്. ആദ്യം ഇത് വിശ്വസിക്കാൻ പാടായിരുന്നു, പ്രയാസമായിരുന്നു, എന്തോ ഫേക്ക് വാർത്തയാണെന്ന് തോന്നിപ്പോയി. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് ഇത് സത്യമാണ് എന്നത്. വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ സഹോദര എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ ഇപ്പോൾ എത്തുകയാണ്. സിനിമയിൽ ബാലതാരമായി തിളങ്ങിയ താരം ഇപ്പോൾ മരിച്ചു എന്നറിയാൻ പോലും വിഷമമായി മാറുന്നു. ഹരിമുരളി എന്നാണ് യഥാർത്ഥ പേര്. അങ്ങനെ സിനിമയിൽ ബാലതാരമായി ദിലീപിനോടൊപ്പം, അണ്ണൻ തമ്പിയിൽ മമ്മൂട്ടിയോടൊപ്പം, അതുപോലെ മാടമ്പിയിൽ മോഹൻലാലിനോടൊപ്പം ഒക്കെ അഭിനയിച്ച താരം ഇന്ന് മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന വാർത്തയായി മാറുന്നു. പയ്യന്നൂരിലെ വീട്ടിലായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രസികൻ, അണ്ണൻ തമ്പി, മാടമ്പി തുടങ്ങിയ 50ഓളം സിനിമകളിൽ അദ്ദേഹം ബാലതാരമായി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ VFX ആർട്ടിസ്റ്റായി ജോലി ചെയ്യുകയുമായിരുന്നു അദ്ദേഹം. മൃതദേഹം പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്ന് ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വേദനയാണ് ഇപ്പോൾ ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. പ്രശസ്ത നാടക നടൻ പയ്യന്നൂർ മുരളിയുടെ മകനാണ്. AM നസീർ സീരിയലിലൂടെ തന്നെ 4.5 വയസ്സിലാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ലാൽജോ സംവിധാനം ചെയ്ത രസികനുകളുടെ സിനിമയിൽ അരങ്ങേറ്റം. പഠനത്തിനായി കുറച്ചുനാൾ സിനിമയിൽ നിന്ന് വിട്ടിരുന്നു. പിന്നീട് നാദിർഷ സംവിധാനം ചെയ്ത അമർ അക്ബർ ആന്റണി എന്ന ചിത്രത്തിലെ ചെറിയ റോളിലൂടെ ഹരിമുരളി വീണ്ടും പ്രേക്ഷകർക്ക് സുപരിചിതനായി. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.